നീ അപ്പൊ ഈ പെണ്ണെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇന്നലെ നീ നമ്മളുടെ വീഡിയോ കോളിന്റെ സമയത്ത് എന്താ കാണിച്ചേ? എന്താ കാണിച്ചേ? നീ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പം എന്തോ ഇങ്ങനെ വായിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. ചിപ്സ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എനിക്കിങ്ങനെ കൊതി വരിക. പറയാൻ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഇരിക്കുന്ന സമയം. എനിക്ക് പോയി അടുക്കളയിൽ പോയി ഞാൻ നോക്കുക എന്തുണ്ട് എന്തുണ്ട് എന്തുണ്ട്. അവസാനം പിള്ളേർക്ക് വേണ്ടി വാങ്ങി വെച്ച ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതെടുത്ത് കഴിക്കേണ്ട ഗതി വന്ന് കൊതിപ്പിച്ചിട്ട്. അയ്യോ എന്താ ചെയ്യാ രഞ്ജു, വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും എന്തെങ്കിലും കണ്ട അങ്ങനെ വെറുതെ പോകണം എടുക്കണം കഴിക്കണം തോന്നുക. അതും കഴിക്കാൻ തുടങ്ങിയ നിനക്കറിയോ, ഫുൾ പാക്കറ്റാണ് ഒറ്റയടിക്ക് തീരണേ. ഇത് കൺട്രോൾ ചെയ്ത് ഈ ഒരു ശീലം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്നിട്ടാണോ നീ കഴിച്ചേ? കൊതിപ്പിച്ചു എന്നെ. ഇത് ഏറ്റവും രസം എന്താന്ന് പറയാ, ഓടിയേ നടക്കുകയാണല്ലോ. അപ്പൊ ഞാൻ ഇതുപോലെ ഡയറ്റിങ്, തടി കുറച്ചേ പറ്റുള്ളൂ, സ്നാക്കിങ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് മോളുടെ കൂടെ കയറിയിരുന്ന് ഓഡിയോ കാണാം. അപ്പൊ ഇങ്ങനെ ഈ എന്താ പറയാ, ഡ്രഗ്സ് കിട്ടാത്തവർക്ക് കൈ വിറക്കില്ലേ, ആ ആ ആ ഒരു പരുവമൊക്കെ ആയിരുന്നു. മനസ്സ് മുഴുവൻ അയ്യോ ഒന്നും ഇല്ലല്ലോ ഇവിടെ കഴിക്കാൻ, ഒന്നും ഇല്ലല്ലോ കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ, ഒരു 20-25 മിനിറ്റ് ഒക്കെ വരെ കഷ്ടപ്പെട്ട് നോക്കി. ഒന്നും പറ്റിയില്ല. ഫോൺ എടുത്തു, സെറ്റോ കരോ ലേസ് വന്നു, ഇരുന്ന് കുറച്ചുകൊണ്ടിരുന്ന് കണ്ടപ്പോ സമാധാനം. ഇപ്പോഴാണ് മാച്ച് കാണാൻ ഒരു രസം. ശരിക്കും ഞാനും നീ പറഞ്ഞ പോലെ ഇതൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്റെ വീട്ടിലിപ്പോ ഞങ്ങൾ ഒന്നും വാങ്ങാറില്ല, പലഹാരങ്ങളൊന്നും ഉണ്ടാവും വല്ലപ്പോഴും കിട്ടുന്ന ഈ ചിപ്സ് ഒക്കെ ഈ വിചാരിച്ച് പുറത്തിറങ്ങില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പണി തീർന്നു കഴിഞ്ഞാൽ ഉടനെ മനസ്സിന്റെ ഫീലിംഗ് എന്താ അറിയോ, ഉഫ് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ അല്ലേ. നീ പറഞ്ഞ വയറ് നിറഞ്ഞിരിക്കുമ്പോഴും എവിടുന്നോന്നറിയില്ല ഒരു കഴിക്കാനുള്ള കൊതി, അപ്പോഴും നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യും വേണ്ട. പക്ഷെ ഓരോ ഹോട്ടലിന്റെ അതിൻ്റെയൊക്കെ ഫ്രണ്ട് കൂടി പോകുമ്പോ രക്ഷയില്ല വാസന. അപ്പൊ പറയും ഓക്കെ ശരി ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ചായ കുടിക്കാം. അങ്ങനെ ചായ കുടിക്കാൻ കയറുമ്പോഴേക്കും അവരിങ്ങനെ എന്തൊക്കെയോ ഡീപ് ഫ്രൈ ചെയ്ത കുറേ സാധനങ്ങൾ അവിടെ വെക്കണേ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് വരും. പക്ഷെ അത് കഴിക്കുമ്പോൾ സുഖല്ലേ. ഇപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു കേട്ടോ. ഞങ്ങള് തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി പോയത്, ഞാനും ഹസ്ബൻഡും. അപ്പം ഞാനിങ്ങനെ ഡയറ്റിങ് ഇങ്ങനെ തലയിൽ കയറി ഇരുന്നിട്ടുകൊണ്ട് ഞാൻ ഓർത്തു ഈ ഇന്റർവെൽ ആവുമ്പോഴാണ് നമുക്ക് പോയി സ്നാക്സും അതും ഇതൊക്കെ വാങ്ങി കഴിക്കാനുള്ള ഒരു ഇത് ശരിയാണ്. അപ്പൊ ഞാൻ ഓർത്തു ഇപ്രാവശ്യം അങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താന്ന് പറയാ, ഹെൽത്തി ആയിട്ട് ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പോയല്ലോ. ഞാൻ എന്ത് ചെയ്തു, പീനട്സ് റോസ്റ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് റോസ്റ്റ് ചെയ്ത് 2 ബോക്സിലാക്കി. എന്താന്ന് പറയാ, ഹസ്ബൻഡിന് എന്റെ എടുത്താലോ കൂടുതൽ എടുത്താലോ എന്ന് പറഞ്ഞ് 2 ബോക്സിലാക്കി ഒക്കെ കൊണ്ടുപോയി. സിനിമ കണ്ടുകൊണ്ട് ഇങ്ങനെ സിനിമ തുടങ്ങി ഇരിക്കുമ്പോ മനസ്സ് മുഴുവൻ എവിടെയാ, ബാഗിന്റെ അകത്തിരിക്കുന്ന 2 ബോക്സിന്റെ അകത്താണ് മനസ്സ്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ബാഗിൽ നിന്ന് 2 ബോക്സ് എടുത്ത് ഹസ്ബൻഡിനുള്ള ഹസ്ബൻഡിനും കൊടുത്തു. ഇല്ലെങ്കിൽ ഇനി എന്റെ ഇത് എടുക്കാൻ വരത്തില്ലല്ലോ പറഞ്ഞു. 10-15 മിനിറ്റിനുള്ളിൽ മുഴുവൻ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോ എന്താ, ഇന്റർവെൽ ആവുമ്പത്തേക്കിനും നോക്കുമ്പോ ആൾക്കാർ ഐസ്ക്രീം കൊണ്ട് പോകുന്നു, റോള് മേടിച്ചിട്ട് പോകുന്നു, കട്ട്ലറ്റ് മേടിച്ചിട്ട് പോകുന്നു. ബാക്കിയുള്ളവരുടെ ഫുഡിൽ നോക്കുന്ന നല്ല കാര്യമൊന്നും അല്ല, പക്ഷെ കണ്ണുകളും മനസ്സും ഒക്കെ അങ്ങോട്ടേ പോവുള്ളൂ. മൂക്കാണ് ഏറ്റവും പ്രശ്നം. അപ്പൊ ഞാൻ പുള്ളിക്കാരനെ തട്ടു. പുള്ളിക്കാരൻ എന്നെ പേടിച്ചിട്ടിരിക്കുക, ദൈവമേ ഇനി സ്നാക്സ് എന്ന് പറഞ്ഞ ഇവള് ഇനി ഭദ്രകാളിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അതെ എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നു, ഞാനും ഇത് മനസ്സിൽ ആലോചിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഓടി പോയി സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് വന്നു, അതും കഴിച്ചു. അപ്പൊ ഞാൻ ഒന്ന് ഡിസൈഡ് ചെയ്തു, ഇനി പീനട്ട് ഒന്നും വറുത്തിട്ട് പോകുന്നില്ല, എന്തായാലും വെളിയിൽ നിന്ന് കഴിക്കും, അതിന്റെ കൂടെ നമ്മൾ ഇനി ആഡ് ചെയ്യണോ. ശരിക്കും ഉപദേശിക്കാനൊക്കെ എന്ത് സുഖാല്ലേ. ഞാൻ പലപ്പോഴും എൻ്റെ അനിയനൊക്കെ ഉപദേശിച്ചു കൊടുക്കാം, എൻ്റെ മോനെ നിങ്ങളിങ്ങനെ വൈകുന്നേരം രാത്രികളായ ഭക്ഷണം കുറയ്ക്കണം, ഡിന്നർ ഷുഡ് ബി ലൈറ്റ് എന്നൊക്കെ ഉപദേശം അറിയോ. പക്ഷെ ഈ അവനവന്റെ സമയം എത്തുമ്പോൾ അപ്പൊ അവരെന്താ പറയാറ് അറിയോ, ഈ ജോബിന്റെ സ്ട്രെസ് അതും ഇതൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുമ്പോഴാണ് ആ ഫൈനലി ഒരു നല്ല ഫുൾ മീലും കഴിച്ച് റിലാക്സ് ചെയ്ത് ടി വി കാണാനും ഒക്കെ അവർക്ക് തോന്നാറെന്നാ പറയുന്നത്. പക്ഷെ നമ്മളിത് പറയുന്നത് ഒരു സൈഡില്, പക്ഷെ നമ്മുടെ മനസ്സ് വേറെ സൈഡിൽ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ ഡയറ്റ് ചെയ്യുന്നവരും ചീറ്റ് ഡേ ഉണ്ടാവില്ലേ, ഒരു ദിവസമെങ്കിലും അവര് ഡയറ്റ് കഴിക്കുന്നില്ലേ. അപ്പൊ പിന്നെ നമ്മൾ ഇടയ്ക്ക് ബിഞ്ച് ഈറ്റിംഗ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ ഇടയ്ക്ക് കഴിച്ചാൽ കുഴപ്പമില്ല, എല്ലാ ദിവസവും കഴിച്ചാൽ ചിലപ്പോൾ പ്രശ്നമാവും. പക്ഷെ ഇപ്പൊ തൽക്കാലം രഞ്ജു നമ്മളോട് എന്ത് പറഞ്ഞു, ബിഞ്ച് ഈറ്റിംഗ് ഇസ് ഓക്കെ എന്ന് രഞ്ജു പറഞ്ഞ പോലെ പറഞ്ഞതുകൊണ്ട് ഇതപ്പ ആ വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും കഴിക്കും, ഇല്ലേ രഞ്ജു? അതെ. അപ്പൊ ഇതൊരു ബ്ലെസ്സിങ് അല്ലേ. നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട്, പിന്നെ എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ സ്പൗസ് ഒരു ചായ കുടിക്കാൻ പോകണം, ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും പോയി കഴിച്ചോളൂ, കഴിക്കുന്നതിൽ തെറ്റില്ല. അതെ, പക്ഷെ വല്ലപ്പോഴും ആയിരിക്കണം കേട്ടോ. ഗിൽട്ട് ഇങ്ങനെ ഉള്ളിൽ കിടന്നിങ്ങനെ തികട്ടി വരുന്നു, അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇന്ന് സംസാരിച്ചത്. അതെ, സോ കൗണ്ട് ഓൾ യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് കീപ് വാച്ചിങ് എക്കോസ് ഓഫ് വിത്ത് റൺ ആൻഡ് ഗോ. ബൈ.